നിങ്ങൾ പൈസ ഇങ്ങനെ ലാവിഷായിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? നാളത്തേക്ക് വേണ്ടി ഒരു സേവിങ്സ് വേണ്ടേ? നാളേക്കൊരു കരുതൽ വേണ്ടേ? പൈസ ഉള്ളതെല്ലാം ചിലവഴിച്ചാൽ മതിയോ? നിങ്ങൾ വല്ലാത്ത പിശുക്കനാണ് കേട്ടോ. 5 പൈസ ചിലവഴിക്കത്തില്ല, എല്ലാം കൂട്ടി വെച്ചു, അവസാനം ചത്ത് കഴിയുമ്പോൾ കൂടെ കൊണ്ടുപോകാം. നിങ്ങളുടെ പങ്കാളി ഇതിലെ ഏതെങ്കിലും ഒരു സംഭാഷണമാണോ പറയാറുള്ളത്? അങ്ങനെയെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാമോ? ഇതിലെ ഏത് ഡയലോഗാണ് നിങ്ങൾ സാധാരണ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പറയാറുള്ളത്? ശക്തമായ വിവാഹബന്ധം, അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അത് ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ 13ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ലിറ്ററസി, അതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ വിവാഹ ബന്ധത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള തർക്കങ്ങൾ ഒരുപക്ഷെ വിവാഹ ജീവിതത്തിലെ തർക്കങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എങ്ങനെ അവയ്ക്ക് പരിഹാരം കണ്ടെത്താം എന്നതിനെപ്പറ്റി നമ്മൾ ഇന്ന് സംസാരിക്കും. മണി ഈസ് നോട്ട് ജസ്റ്റ് എ നമ്പർ. ചിലർക്ക് പണം സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്നെങ്കിൽ മറ്റു ചിലർക്ക് അത് നൽകുന്നത് സുരക്ഷിതത്വ ബോധമായിരിക്കാം. ചിലർക്ക് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ പണം പ്രേരണ നൽകുന്നെങ്കിൽ മറ്റു ചിലർക്ക് സാമ്പത്തികം ഒരു സ്റ്റാറ്റസ് സിമ്പലാണ്. എന്തു തന്നെയാണെങ്കിലും പണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ. സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ് ട്രിഗേഴ്സ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, പങ്കാളികളിലെ വരുമാനത്തിലുള്ള വ്യത്യാസം. 2, പവർ ഇംബാലൻസ്, തുല്യ അധികാരം അല്ലെ തുല്യ അവകാശം ഇല്ലാത്ത അവസ്ഥ. 3, കൂടുതൽ പണം ചെലവഴിക്കുക. ഒരാൾ കൂടുതൽ പണം ചെലവഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വഴക്ക് ഉണ്ടാകാം. 4, ഫിനാൻഷ്യൽ ഇൻഫിഡിലിറ്റി, രഹസ്യമായി പണം ചെലവഴിക്കുക, പങ്കാളി അറിയാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക. 5, ലോൺ അടയ്ക്കാൻ പെൻഡിങ് വരിക, കടക്കണിയിലേക്ക് പോവുക. 6, ഒരു പങ്കാളി പൈസ സമ്പാദിക്കുകയും മറ്റൊരു പങ്കാളി ചെലവഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ. 7, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ. 8, മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി. 9, അപ്രതീക്ഷിതമായ ചിലവുകൾ. അതൊരു പക്ഷേ രോഗവുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് ചിലവുകളാകാം. ഇനി ഒരു കുടുംബത്തിൽ അല്ലെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഫിനാൻഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1, നിരന്തരമായ തർക്കം, പേയ്മെൻറ്റിനെ കുറിച്ചും കൊടുക്കാനുള്ള തുകയെക്കുറിച്ചുമൊക്കെ. 2, പങ്കാളിയിൽ ഒരാൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, പക്ഷേ അത് വാങ്ങിച്ച കാര്യം കൂടെയുള്ള ആളടുത്ത് പറയുന്നില്ല, മറച്ചു വയ്ക്കുന്നു, രഹസ്യമായിട്ട് വയ്ക്കുന്നു. 3, ചിലവിനെപ്പറ്റിയും ചിലവാക്കുന്നതിനെ പറ്റിയൊക്കെ കുറ്റബോധം തോന്നുക, അല്ലെങ്കിൽ ചിലവിനെപ്പറ്റിയും ചിലവാക്കുന്നതിനെ പറ്റിയൊക്കെ കുറ്റപ്പെടുത്തുക. 4, പണവുമായി ബന്ധപ്പെട്ട് സംസാരത്തിന് ശേഷം അനന്തമായി നീളുന്ന മൗനം. 5, ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് നിങ്ങൾ എന്തുമാത്രം പണം സമ്പാദിച്ചു എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ കാര്യങ്ങളെ നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. ഇനി നമുക്ക് പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ എന്ത് പ്രതിവിധിയാണുള്ളത് എന്ന് നോക്കാം. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു ഹാൻഡിൽ ഫിനാൻഷ്യൽ ലിറ്ററസി. ആദ്യമായി പണവുമായി ബന്ധപ്പെട്ട് സംസാരം ഉണ്ടാകുക എന്നുള്ളതാണ്. പരസ്പര ബഹുമാനത്തോടെ ശാന്തമായി സംസാരിക്കുക. എക്സ്പെൻസിനെ പറ്റിയും സേവിങ്സിനെ പറ്റിയും ഗോൾസിനെ പറ്റിയും വളരെ ആധികാരികമായി സംസാരിക്കുക. ബ്ലെയിം ചെയ്യുന്നത് ഒഴിവാക്കുക. രണ്ടാമതായി പങ്കാളികൾ ഒരുമിച്ചിരുന്ന് ബഡ്ജറ്റ് തയ്യാറാക്കുക. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി മോണിറ്റർ ചെയ്യുക. വരവ് ചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ ഇന്ന് പല സംവിധാനങ്ങൾ നിലവിലുണ്ട്. എഴുതി സൂക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിന് പറ്റിയ ആപ്ലിക്കേഷൻസ് ലഭ്യമാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ പണം, നിൻ്റെ പണം, നമ്മുടെ പണം, ഇവ കൃത്യമായി നിർവചിക്കുക. 3, ട്രാൻസ്പെറൻ്റ് ആകുക. സാമ്പത്തിക സത്യസന്ധത കാണിക്കുക. ചിലവാക്കുന്നതും വരുന്നതും
കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ഇതൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് വലിയ തുകകളുടെ. 4, യാത്ര പോകുന്നതിന് വേണ്ടിയോ വീട് വെക്കുന്നതിന് വേണ്ടിയോ വാഹനം വാങ്ങുന്നതിന് വേണ്ടിയോ, അതല്ല ഇനിയൊരു റിട്ടയർമെൻറ്റ് പ്ലാനാണ്, അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുക. 5, പരസ്പര ബഹുമാനം. ദമ്പതികളിൽ ഒരാൾ ചിലപ്പോൾ പണം ഒത്തിരി ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കാം, മറ്റേയാൾ സേവിങ്സിന് കൂടുതൽ താല്പര്യമുള്ള ആളായിരിക്കാം. ഇവിടെ ചെയ്യേണ്ടത് ഒരാളെ മറ്റൊരാളാക്കി മാറ്റാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് ഉപരിയായിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക. പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ അത് എന്താണ് എന്നറിയുന്നത് നല്ലതാണ്. പണം നിങ്ങളുടെ പങ്കാളിയിൽ സൃഷ്ടിക്കുന്ന ട്രിഗർ അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. നാണക്കേടാണോ, കുറ്റബോധമാണോ, ഭയമാണോ, അത് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പണവുമായി ബന്ധപ്പെട്ടുള്ള ഇമോഷണൽ ട്രിഗേഴ്സിനെ പറ്റി പറയുമ്പം, കുട്ടിക്കാലത്ത് പണം എന്നതുകൊണ്ട് എന്തായിരുന്നു അർത്ഥമാക്കിയത് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പേടി എന്താണ്, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്താണ്, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻറ്റിമസി അത് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് പണം ശത്രുവായതുകൊണ്ടല്ല. ആശയവിനിമയത്തിൻ്റെ അഭാവം, അധികാര വടംവലി, യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകൾ, ഇവയൊക്കെ ആണ് സാമ്പത്തിക തർക്കങ്ങളുടെ യഥാർത്ഥ കാരണം. ശ്രദ്ധിക്കുക, പണത്തെക്കുറിച്ച് നേരത്തെ സംസാരിക്കുക, നിരന്തരമായി സംസാരിക്കുക, ബഹുമാനത്തോടെ സംസാരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.